ഇന്ന് നമുക്ക് ചോരക്കളിയാണ്. ചെറുകിട്ട് കറക്കോട് കറക്കാ. 17,570 കിലോയാണ് കേട്ടോ. കിലോഗ്രാമാണ് നമ്മുടെ വെയിറ്റ്. രാവിലെ നമ്മുടെ ജനലിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ട്രക്ക് വേണ്ട വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുക. നമ്മുടെ പാർക്കിങ്ങിൽ ഒരു ട്രക്കും 2 കാറും സുഖമായിട്ട് കിടക്കും. എന്തേ വീട് ഈ രാവിലെ ടിംബോട്ടൻസിലെ സാധനം കഴിക്കണം. അതെടുത്ത് വേണ്ട കുഴപ്പമില്ല, തെരഞ്ഞെടുപ്പ് പോ. അടുത്ത് ഇത്ര അഹങ്കാരിയാണോ നീ? ആയിരിക്കുന്നേ കൂടെ തുപ്പിക്കളാം, ആയിരിക്കുന്നതിനെ തുപ്പിക്കളാം. തരത്തില്ല നിനക്ക്, കൊല്ലും നിന്നെ. അതെടുത്തറിഞ്ഞ അതെടുത്തറിയും നീ കൊല്ലോ. എന്താ അഹങ്കാരി? അതെടുത്ത് കഴിക്കും. അത് തൊളിച്ച് വെച്ചേക്കുന്ന കണ്ടില്ല, എടുത്ത് കഴിക്കും. ഓറഞ്ച് എടുത്ത് കഴിക്കും. അതെടുത്തെറിയുന്ന പറയുന്നു. ഇതില് ഓറഞ്ച് എടുത്ത് കഴിക്കും. ഓറഞ്ച് അപ്പയ്ക്കാന്ന് പറഞ്ഞ നിന്റെ വാങ്ങിക്കുന്ന എച്ചി എനിക്ക് വേണ്ട. അതെടുത്തോണ്ടാ ഓറഞ്ച് 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 താടി. ഹലോ എന്താ ഞാൻ പോകുന്നു. ടാറ്റാ, ഞാൻ പണിക്ക് പോട്ടെ. ഇല്ലോ ചാച്ചാ, അപ്പൊ പോട്ടെ, പണിക്ക് പോട്ടെ. ബൈ ബൈ. ബൈ ബൈ. ഉമ്മ മാറ് പോട്ടെ. നോ പോട്ട് വരട്ടെ. നമസ്കാരം ഗൈസ്, ട്രക്കേഴ്സ് മറ്റു വീട്ടിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രക്കേഴ്സ് ലൈഫ് വീഡിയോ ഞങ്ങൾ ഫാമിലിയോട് കൂടി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ട്രക്ക് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. നോർമലി നമ്മൾ യാർഡിലാണത് പാർക്ക് ചെയ്യുന്നത്. ബട്ട് ഇന്നലെ രാത്രി ഞാൻ നേരെ ഇങ്ങ് വീട്ടിൽ കൊണ്ടുവന്നു. നമ്മുടെ വീട്ടിൽ ട്രക്ക് മാത്രമായിട്ടാണ് അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ്ടേ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആക്ച്വലി ഇത് അങ്ങനെ റെസിഡൻസിൽ നമ്മളെ കൊമേഴ്ഷ്യൽ ട്രക്കുകളൊന്നും അലൗഡ് അല്ല. ബട്ട് നമ്മളൊരു ദിവസം സിറ്റിയിൽ വിളിച്ച് തിരക്കി നമുക്ക് വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ആസ് ലോങ് ആസ് നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്ന് കംപ്ലയിൻറ്റ് വരാത്തിടത്തോളം കാലം അവരിതിനൊരു ആക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടൊന്നും വരാറൊന്നുമില്ല. ഇതിനൊക്കെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ റൈഡ് കിട്ടാതെ വരുമ്പോഴൊക്കെ നമ്മൾ നേരെ ട്രെയിലർ ഇല്ലാതെ വരുമ്പോഴൊക്കെ നേരെ അങ്ങ് ഓടിച്ച് വീട്ടിൽ വരിക. നമുക്ക് കറക്റ്റായിട്ട് ട്രക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ 2 കാറും ഇപ്പുറത്ത് നമ്മുടെ പാർക്കിംഗ് കിടക്കുകയും ചെയ്യും. സോ 3 വണ്ടി നമുക്ക് സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഒരു ട്രക്ക് കൂടെ ഇവിടെ പാർക്ക് ചെയ്യാം, പക്ഷേ നേരെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, ജില്ലു എന്തോ പറയണ്ടേ? ജില്ലുവിന് പക്ഷേ ട്രക്ക് പേടി കേട്ടോ. ജില്ലു ട്രക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മാറിപ്പോവും. ഇന്നലെ ഇവിടെ വന്നപ്പോൾ പേടിച്ച് ഉറച്ചിട്ടുണ്ടായിരുന്നു. അപ്പാടെ ട്രക്കിൽ കയറുന്നോ കുഞ്ഞാ? ഇല്ല, ട്രക്കിൽ കയറാൻ യാതൊരു പ്ലാനും ഇല്ല. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ട്രിപ്പ് പുറപ്പെടാൻ പോവാണ്. വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെടാം. ജില്ലുവിന് കുറച്ച് പേടിയുണ്ട്. ഇങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാം. ട്രക്കിൻ്റെ അവസ്ഥ എന്താ? ഇപ്പൊ സിരിയൊക്കെ ഉണ്ട്. സിരിയൊക്കെ ഇപ്പൊ പോകും. ചെറുതായിട്ട് മാറ്റം വരുന്നുണ്ട്. സൗണ്ട് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ല അല്ലേ? നമ്മുടെ വണ്ടിയാണ് ബേബി, ടെൻഷൻ അടിക്കല്ലോ. സ്റ്റാർട്ട് ചെയ്യട്ടെ? റെഡി? ജില്ലു അപ്പോഴോടെ ട്രക്കിൽ പോകാൻ വരുന്ന? ആരൊന്നല്ല, നീ ട്രക്കിൽ പോകാൻ എൻ്റെ അവിടെ വരുന്നോന്ന്. അവിടെ അല്ല, ട്രക്കിൽ വണ്ടി ഓടിച്ചു പോകാൻ വരുന്ന നീ. ഈ ട്രക്ക് ഓടിച്ചു പോകാൻ വരുന്ന പിന്നെ പോവാ. ഓടിച്ചു എന്ന് പറഞ്ഞ് ഓടിച്ചു പോയെ.
അതിന് ഞങ്ങള് ഇവിടുന്ന് ട്രിപ്പ് ഇറങ്ങാൻ പോവാണ്. ഞങ്ങളല്ല, ഞാൻ മാത്രമാണ്. ഇവിടെ കൂടെ കൊടുക്കും. വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം കൊച്ചിനെ വണ്ടിയിലൊക്കെ കയറ്റി ഇരുത്താന്ന് വെച്ച് രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി വന്നപ്പോൾ ട്രക്കിന്റെ സൗണ്ടിൽ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇന്നിപ്പോ വലിയ കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ ആദ്യത്തെ ഒരു ഇതൊക്കെ മാറി ചെറുതായിട്ട് ഇങ്ങനെ കളിച്ച് ഇരിപ്പുണ്ട്. ഇതിലൊക്കെ ആണോടി? എന്താ വലിയ കാര്യമായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഡൗട്ടാന്ന് തോന്നുന്നു. എന്താ അപ്പോടെ ട്രിപ്പ് പോകാൻ വരുന്നോ? ആ, നീ ട്രക്ക് ഓടിക്കുവോ? എന്തൊക്കെയോ മനസ്സിലായിട്ടോ? എന്താ മനസ്സിലായടി? മമ്മി ഫുഡ് എടുക്കാൻ പോയ കാണുന്നേ. മമ്മി ഫുഡുമായിട്ട് വന്നിട്ടുണ്ട്. മമ്മി അങ്ങനെ ഫുഡ് എവിടെ? നമുക്ക് ഫുഡ് കഴിക്കണ്ടേ മമ്മി? വണ്ടി ഓടിക്കുവാണെന്നോ? വണ്ടി ഓടിച്ചു പോവാണോ നീ? ആ, സ്റ്റിയറിംഗിട്ട് കറക്കോട് കറക്കാ. എന്താ എന്താ? ഇങ്ങോട്ട് പോടി. അപ്പൊ ടാറ്റ പോട്ടെ. ഇന്ന് നമ്മള് സാധാരണ ഗതിയിൽ പോകുന്ന ആമസോൺ ലോഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഇന്നലെ ഞായറാഴ്ച തന്നെ നമ്മൾ 2 ട്രെയിലർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എമർജൻസി ആയിട്ട് കുറച്ച് ട്രെയിലർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ട്രെയിലർ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഹോപ്പ്ഫുള്ളി ഇന്ന് ഒരെണ്ണം റെഡി ആയിട്ടുണ്ടാണ് രാവിലെ. കാര്യം അത് റെഡിയായി കിട്ടിയാൽ മാത്രമാണ് അത് ഡെലിവർ ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു പിക്കപ്പ് ഉണ്ട്. റീസൈക്ലിങ്ങിൻ്റെ അത് മിസ്സാക്കി പോകാനുള്ളതാണ്. അതും എടുത്ത് പോകാൻ വേണ്ടിയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ട്രക്ക് നമ്മൾ നേരെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആമസോണിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വണ്ടി അറിയാലോ, ഞാൻ ഈ വണ്ടി അങ്ങനെ അധികം ഓടിക്കുന്ന വണ്ടിയല്ല. നമ്മളെപ്പോഴും വോൾവോ, മാനുവൽ ഗിയർ വോൾവോ ആണ് ഓടിക്കാറ്. വോൾവോയ്ക്ക് സീറ്റ് ഇത്രയും താടാറില്ല. ബാക്കിലോട്ട് ഇത്രയും സീറ്റ് ഇത്രയും താടാറില്ല. ഇതിപ്പം ലോ ഫ്ലോറിലാണ്, കംപ്ലീറ്റ് ഫ്ലോറിലാണ്, കംപ്ലീറ്റ് താന്നിരിക്കുകയാണ്. അത് ഞാൻ പണ്ട് നമ്മൾ കാലിഫോർണിയ ട്രിപ്പുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണല്ലോ. നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല, കണ്ടിന്യൂസ് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ. ആ സമയത്താണ് ഇത് ശീലിച്ചത്. അതായത് കംപ്ലീറ്റ് സീറ്റ് ഫുള്ളി ഡൗൺ ആക്കി ഏറ്റവും ബാക്കിലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്നെങ്കിൽ പോകാം. ഒന്നും ചെയ്യാനില്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ കേട്ട് ചെയ്യാനല്ല, മൊബൈൽ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ കാണാം, അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ അങ്ങനെ ചുമ്മാ ഇരുന്ന് നമ്മൾ ഫ്രീ ആണ്. ലൈക്ക് മണിക്കൂറുകളോളം നമ്മൾ ഫ്രീ ആണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒന്നുമില്ല, അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ട്രക്കിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പൊസിഷൻ, അതായത് എൻ്റെ ഇപ്പോൾ ഞമ്മല്ല ഈ വണ്ടിയിലാണെങ്കിൽ എന്താണ് മാനുവൽ ഓടിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോയിൽ സീറ്റ് ഏറ്റവും ബാക്കിലിട്ട്. അപ്പൊ എന്നെ ട്രെയിൻ ചെയ്ത് രണ്ടാമത് ട്രെയിൻ ചെയ്ത് ഒരു പാകിസ്ഥാനി ചേട്ടനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ കാലത്തും? പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് കാലത്തും, അടിപൊളിയായിട്ട് കാലത്തും. കാര്യം നമ്മൾ ഒരുപാട് ലോ ഫ്ലോറിൽ ഇരിക്കുന്നത് കാരണം നല്ല രീതിയിൽ കാലത്തും. പിന്നെ നമുക്ക് എപ്പോഴും ക്ലച്ച് ഔട്ടേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആവശ്യത്തിന് ബ്രേക്ക് പിടിക്കുക. പിന്നെ ആകെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ബോണറ്റ് വെച്ചിരിക്കുന്ന 2 മിറർ കാണാൻ പറ്റത്തില്ല. അത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് അത് ആവശ്യം വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് എങ്ങനെ എഴുതിയിട്ട് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് കാണാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ 2 സൈഡിലും മിററും നോക്കി ക്രൂസ് ഇട്ട് കാലും മാറ്റി വെച്ച് പോക്കടാ പോകും.
റെഡി അല്ലെന്നാ പറഞ്ഞ, 2 ട്രെയിലൂടെ കൊണ്ടിട്ട് 2ഉം റെഡി അല്ലെന്നാ പറഞ്ഞ. മിക്കവാറും ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ആകേണ്ടി വരും. എന്തായാലും അകത്ത് പോയിട്ട് ചോദിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് നമ്മുടെ 2 ട്രെയിലർ അവിടെ നോക്കി കിടക്കണം. ഏതെങ്കിലും ഒരെണ്ണം റെഡിയായി കിട്ടിയില്ല നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പല ട്രിപ്പുകളായിട്ട് ആമസോണിൽ എടുക്കാൻ പോകുന്നു, ആമസോണിൽ പോകുന്നു പറയുന്നല്ലാതെ ഏത് ആമസോണിൽ എന്താണ് ആമസോണിൽ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആമസോണിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് സെൻ്ററാണ്. അതായത് ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ എന്ന് പറഞ്ഞൊരു സൈറ്റ് വഴി ഒരുപാട് ആൾക്കാർ അവരുടെ ഓൺലൈൻ സ്റ്റോറുകൾ നടത്തുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്യുന്നത് ആമസോൺ വഴിയാണ്. ആമസോൺ മാത്രമല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ആമസോൺ വഴി എന്ത് പ്രൊഡക്റ്റും സെല്ല് ചെയ്യാം. പക്ഷെ അത്തരം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നതിന് പകരം ആമസോണിൽ തന്നെ അത് സ്റ്റോക്ക് ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലമാണ് ഈ ഫുൾഫിൽമെൻറ്റ് സെൻറ്റർ. അപ്പോൾ അത് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഒരു പ്രൈം ഡെലിവറി കൊടുക്കും. അതിൻ്റെ ട്രെയിലറാണ് പ്രൈം. പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മുടെ വീട്ടിലും സ്റ്റോർ ചെയ്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതണക്കുള്ള ലണ്ടനിലുള്ള ഒരു ആമസോണിൻ്റെ ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിലാണ് നമ്മൾ വന്നേക്കുന്നത്. ആമസോൺ ഫുൾഫിൽമെൻറ്റ് മാത്രമല്ലാതെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളും അങ്ങനെ വേറെ പല സാധനങ്ങളും ഉണ്ട്. നമ്മൾ ആമസോണിൽ വന്ന് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. നമ്മുടെ ട്രെയിലർ റെഡി ആയിട്ടില്ലായിരുന്നു. കാര്യം നമുക്ക് റെഡിയാകും. നോർമലി നമ്മൾ തിരിച്ചു പോകാനായിരുന്നു. അപ്പം പെട്ടെന്ന് കാര്യം ഇന്നലെ തൊട്ട് ഈ ഡോക്കിൽ കിടക്കുന്നതുകൊണ്ട് ഇന്ന് റെഡിയാകാൻ ചാൻസ് കൂടുതലായിരുന്നു. അങ്ങനെ ഇന്ന് പിന്നെ ഒരു 1.5 മണിക്കൂർ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റുള്ളിൽ റിലീസ് ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ ട്രെയിലർ എടുത്തിറങ്ങി. ഇപ്പോൾ നമ്മുടെ ഗേറ്റിൽ വന്നതിന് ഗേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന് കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലോഡ് ട്രെയിലോട്ട് പോകുന്ന പറയണം. നമുക്ക് ഡെലിവറിക്ക് അതി ദൂരമല്ല. ഇവിടെ നിന്ന് 20 മിനിറ്റ് ലൊക്കേഷനിൽ പോയി ഡെലിവറി ചെയ്തിട്ട് അടുത്ത പിക്കപ്പ് എടുക്കാൻ പോകണം ട്രെയിലർ കൊണ്ട്. എന്തായാലും ആമസോണിനകത്ത് നമുക്ക് അധികം വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിന് അവർ കണ്ടു കഴിഞ്ഞത് ഭയങ്കര വലിയ വിഷയം. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്തില്ല. അവിടെ കുറേ നേരം ഉണ്ടായിട്ടിരുന്ന് ഫോണി കുത്തി കളിച്ചുള്ള ചാർജൊക്കെ കളഞ്ഞു. ഇപ്പോൾ വേണ്ട ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്തെടുക്കാൻ. ഇവിടെ ഒത്തിരി അപ്പോൾ അവിടെ റെഡ് ലൈറ്റ് ഉണ്ട്. റെഡ് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഫ്രണ്ടിൽ വണ്ടിയുണ്ട്. അവിടെ റെഡ് ലൈറ്റ് ആണ്. അത് ഗ്രീൻ ലൈറ്റ് ആകാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ആ ഫ്രണ്ടിലത്തെ വണ്ടി പോയതിനു ശേഷം മാത്രമേ റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ആവുള്ളൂ. ഗ്രീൻ ലൈറ്റ് ആയാൽ മാത്രമേ നമ്മൾ പോയാലേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. ബിക്കോസ് സെൻസറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പൊ നമ്മൾ റെഡിൽ കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരും നമ്മളെ സെർവ് ചെയ്യാൻ ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകത്തില്ല. വൺസ് ഗ്രീനിൽ ക്രോസ് ചെയ്യണമെങ്കിൽ മാത്രമേ അവിടെ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുള്ളൂ. എൻ്റെ ഇപ്പം വണ്ടി ഗ്രീനായി നമ്മൾ മുമ്പോട്ട് പോകും. അവിടെ ഓൾമോസ്റ്റ് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ റീസൈക്ലിംഗ് ഈ ഫെസിലിറ്റിയിൽ വന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞോട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ ട്രക്ക് വന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. അവിടത്തേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും വന്നേക്കുന്നത്. ഇപ്പോഴും നമ്മൾ ആമസോണിൽ ലോഡത്തേക്ക് നമുക്ക് ഇവിടെ തന്നെയാണ് ഡെലിവറി. മുമ്പ് കുറച്ച് ദൂരമായിരുന്നു, ഇപ്പം വളരെ അടുത്താണ്. വെറും 20 മിനിറ്റ്സിനുള്ളിൽ നമ്മളോട് എത്തും. അതും ഇനി അങ്ങോട്ട് ഈ റോഡ് ഇവിടം വരെ ട്രക്ക് അലൗഡ് ഉള്ളൂ. ഇനി അങ്ങോട്ട് ട്രക്കിന്റെ ബോർഡ് വെച്ചേക്കുന്നുണ്ട്. അങ്ങോട്ട് ട്രക്ക് പോകാൻ പാടില്ല. പക്ഷെ നമുക്ക് റൈറ്റ് ഇവിടെ വളയേണ്ട കാരണം നമുക്ക് ആ ടെൻഷൻ ഇല്ല. നമ്മൾ ആദ്യം നേരെ ചെന്ന് നമ്മളെ വെയിറ്റ് ചെക്ക് ചെയ്യണം. അപ്പൊ നേരെ വെയിറ്റ് സ്കെയിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. മഞ്ഞൊക്കെ വീണ് കിടക്കുമ്പോ ഇതുവഴി കയറ്റൊക്കെ ഇറക്കമൊക്കെ ഒരു ഇച്ചിരി സീനായിരിക്കും. ഇന്റർലൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വന്നാൽ നേരെ സ്കെയിലിൽ കയറുക, വെയിറ്റ് നോക്കുക, എന്നിട്ട് ഡെലിവറി ഡോക്കിലേക്ക് പോകും. സ്കെയിൽ ഹൗസിൽ ആരുമില്ല. സ്കെയിലിടാം, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അവർ വരുമായിരിക്കും. നമ്മളിപ്പോ അവരെ വിളിച്ചു പറഞ്ഞപ്പോ ഇതേ വരുന്നുണ്ടോ, പുള്ളിക്കാർ ഇതേ വരുന്നു. നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ഉണ്ടോ? 17,570 കിലോയാണ് കേട്ടോ, കിലോഗ്രാം ആണ് നമ്മുടെ വെയിറ്റ്. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇവിടെ നമ്മളൊരു 1,500 2,000 പൗണ്ട് അത്ര ഉണ്ടാവുള്ളൂ. 2,000 കിലോ ഇറങ്ങി പോകുമ്പോൾ 2,500 പൗണ്ടേ നമ്മുടെ ഉണ്ടായിരിക്കുള്ളൂ എന്നല്ല, അത്രയും ഇത് കുറയുമെന്ന്. 2,000-ൽ താഴെ ആയിരിക്കും. നോർമലി അപ്പോൾ വരുമ്പോൾ 1,500, ചില സമയങ്ങളിൽ 2,000 കിലോ, അത്രയും കിലോഗ്രാം മാത്രമേ ഇവിടെ കുറയത്തുള്ളൂ. ബാക്കി നമുക്കൊരു 15,000-ഓളം തന്നെ വണ്ടി വെയിറ്റ് ചെയ്യുന്ന ടോട്ടൽ ഉണ്ടാവും. അപ്പോൾ അവർ എത്ര ക്വാണ്ടിറ്റി അവരോട് ഇറക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അങ്ങാണ്ട് അവർക്ക് പൈസ കിട്ടുന്നത്. നമ്മൾ സ്കെയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുണ്ട്. ആ കാണുന്ന 2 ബ്ലോക്കിൽ ഒരിടത്താണ് നമുക്ക് അവരുടെ വണ്ടി ബാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവരകത്തുനിന്ന് തന്നെ കംപ്ലീറ്റ് സാധനം അൺലോഡ് ചെയ്ത് നമ്മൾ ഡോക്ക് ചെയ്ത് വരുമ്പം പെട്ടെന്ന് തന്നെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റിൽ മിക്കവാറും അൺലോഡ് ചെയ്ത് തീരും. അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് അവർ അൺലോഡ് ചെയ്യുന്ന കാര്യം. അവർ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് തൊട്ടടുത്ത ഡോക്കിൽ തന്നെയാണ് സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാം. നമ്മളിപ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞാൽ കാർബോർഡ് ബോക്സിൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് റീസൈക്ലിംഗ് ആണ്. ഫുൾ ചെറിയ ബോക്സുകളാണ്. അപ്പോൾ അതൊരു പെട്ടെന്ന് ഇറക്കി തരും എന്ന് പറഞ്ഞു. ഇറക്കി കിട്ടിയ ഉടനെ നമുക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ലോഡ് എടുത്ത് അത് 4 മണിക്കുള്ളിൽ മിസ്സായാൽ എത്തേണ്ട ലോഡാണ്. പക്ഷേ അത് 2 മണിക്കുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ. ഇന്ന് മിക്കവാറും അതിൻ്റെ ഡെലിവറി നടക്കാൻ ചാൻസ് ഇല്ല.
ഇന്ന് നമുക്ക് ചോരക്കളിയാണ്. കൈ മറ്റേ ഡോർ അടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയി. എൻ്റെ ഉണ്ടോ ഇത്രയും ഭാഗം ചത്തു അവിടെ പൊട്ടിയിട്ട് ചോര ഇങ്ങനെ കുടുകൂടാ അതിവിടെ മൊത്തമായി. നമ്മുടെ വണ്ടിയിൽ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവും. എല്ലാ വണ്ടിയിലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ്. ഫസ്റ്റ് എയ്ഡ് ഉള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം ഒരു ബാൻഡേഡ് ഒട്ടിച്ച് മുന്നോട്ട് പോകാം. ഗായ്സ്, വണ്ടി ഓടിക്കുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കരുതുക. എൻ്റെ കൈ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ കട്ടിയുള്ള ഇത്രയും കട്ടിയുള്ള ഗ്ലൗസ് ഇട്ടിട്ടാണ് പറ്റിയെന്ന് ഓർക്കണം. ഇൻ കേസ് ഈ ഗ്ലൗസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ പരിപാടി തീർന്നുണ്ട്. കാര്യം അത് ബ്ലോക്ക് ആയിരുന്നപ്പോൾ ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് അമുക്കിയപ്പം ചെന്ന് അതിന്റെ ഇടയ്ക്ക് പെട്ടുപോയതാണ്. ഈ ഗ്ലൗസ് ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ. അതുകൊണ്ട് മസ്റ്റായിട്ടും ട്രക്കിംഗ് പണിക്ക് എല്ലാവരും ഗ്ലൗസ് ഉപയോഗിക്കുക, ഫസ്റ്റ് എയ്ഡ് കരുതുക. ഈ വണ്ടിയിൽ എന്തായാലും ചെറിയ രീതിയിൽ നമ്മൾ കുറച്ച് തുണികളും ബാൻഡേഡും ഉള്ളതുകൊണ്ട് ബാൻഡേഡിൽ തീർന്നു. ബ്ലഡ് നിൽക്കുന്നില്ല, കുറച്ചധികം ബ്ലഡ് പോയി. ഞാൻ എല്ലാ പേപ്പർ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ പരുവായി. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പ് ഉള്ളപ്പം ഇത് ഉപയോഗിക്കുന്നവർ മസ്റ്റായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കുക, ഫസ്റ്റ് എയ്ഡും കരുതുക. ഈ ഗ്ലൗസ് ഞാനിപ്പോ ആലോചിക്കുക, ഗ്ലൗസ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ കൈയുടെ അവസ്ഥ ഉണ്ടല്ലോ, മിക്കവാറത് പറഞ്ഞു പോയാൽ ആ അവസ്ഥയിൽ ഇടിച്ചു. ഇത്രയും കട്ടിയുള്ള ഗ്ലൗസ് ഇട്ടിട്ട് ഈ ഒരു പൊട്ടൽ പൊട്ടണമെങ്കിൽ ഗ്ലൗസ് ഇല്ലെങ്കിൽ ഭയങ്കര വലിയ പണിയായിപ്പോയി. ആലോചിക്കുമ്പോ പേടി കൂടുതലുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഗ്ലൗസ് ഇല്ലാതെ ഉപയോഗിച്ചു. അന്നേരം എങ്ങാനായിരുന്നു എന്റെ പണി വാങ്ങിച്ചെങ്കിലും ആലോചിക്കായിരുന്നു. ഇതിപ്പോ പറയുന്നവരും എന്റെ ഉള്ളില് പിന്നെ പേടി വരുന്നേ, ഗ്ലൗസ് ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും പറഞ്ഞു തുടങ്ങിയപ്പോ ചുമ്മാ പറഞ്ഞാണെങ്കിലും ഉള്ളിൽ ഭയങ്കരമായിട്ട് പേടി വരിക, ഗ്ലൗസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കൈയുടെ അവസ്ഥയെന്ന്. സോ സേഫ്റ്റി മുഖ്യം.